So we have or another topic is debentures or bonds. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ സ്റ്റഡി ചെയ്തിട്ടുള്ള അപ്പോൾ അതിൻ്റെ ബാക്കി ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഡെഫേർഡ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഡിബെഞ്ചേഴ്സ് ആൻഡ് ഓർ ബോണ്ട്സ്. എന്താണ് ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോണ്ട്സ് എന്നാണ് പറയുന്നത്. അതും ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ എന്താണ് ഒരു ഇൻസ്ട്രുമെൻറ്റ് ആണ്. ഡിബെഞ്ചേഴ്സ് ഓർ ബോണ്ട്സ് ആർ ഓൾസോ instruments of capital market. So let's have a look on what is debentures or bonds. Debentures and bonds are the type of debt instruments that can be issued by a company. Debt instrument ആണ്, കടം എടുക്കുന്നതിനുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ബൈ എ കമ്പനി. ഇൻ സം മാർക്കറ്റ്, ഇൻ ഇന്ത്യ ഫോർ എക്സാമ്പിൾ, the two terms are interchangeable, but in the United States they refer to two separate kinds of debt based. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ these two terms can be used together. പക്ഷേ യു എസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടായിട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഡിബെഞ്ചേഴ്സ് ഓർ ബോണ്ട്സ് എന്ന് പറയുന്നത്. ദ ബോണ്ട്സ് ആക്ട് ആസ് എ റിട്ടേൺ പ്രോമിസ് ടു റീപേ ദ ലോൺ ഓൺ എ സ്പെസിഫിക് മെച്യൂരിറ്റി അപ്പോൾ ഡേറ്റ്. എന്താണ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആക്ട് ആസ് എ റിട്ടേൺ പ്രോമിസ്, ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു പ്രോമിസ് ആണ് ടു റീപേ ദ ലോൺ. ലോൺ റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ എ സ്പെസിഫിക് മെച്യൂരിറ്റി ഡേറ്റ്, ഒരു പ്രത്യേകമായിട്ടുള്ളൊരു മെച്യൂരിറ്റി ഡേറ്റിലുള്ള ഒരു റിട്ടേൺ പ്രോമിസ് ആണ് എന്ത് ബോണ്ട് എന്ന് പറയുന്നത്. നോർമലി ബോണ്ട്സ് ഓൾസോ ഇൻക്ലൂഡ് പീരിയോഡിക് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഓവർ ദ ബോണ്ട്സ് ഡ്യൂറേഷൻ, വിച്ച് മീൻസ് ദാറ്റ് ദ റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് സെപ്പറേറ്റ്ലി. അപ്പോൾ നോർമലി എങ്ങനെയാണ്? ബോണ്ട്സ് ഓൾസോ ഇൻക്ലൂഡ് പീരിയോഡിക് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. പീരിയോഡിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ്, നമ്മളിപ്പോൾ ഇൻട്രസ്റ്റ് ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം അല്ലെ? പീരിയോഡിക് ആയിട്ട് മന്ത്ലി നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ബോണ്ട്സ് ഓൾസോ ഇൻക്ലൂഡ് പീരിയോഡിക് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഓവർ ദ ബോണ്ട്സ് ഡ്യൂറേഷൻ. ബോണ്ട്സിന്റെ ഡ്യൂറേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പീരിയോഡിക്കലായിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ചെയ്ത് കൊടുക്കുന്നു. വിച്ച് മീൻസ് ദാറ്റ് ദ റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽസ് ആൻഡ് ഇൻട്രസ്റ്റ് ഒക്വർ സെപ്പറേറ്റ്ലി. നമ്മളിപ്പോൾ ലോൺ എടുക്കുമ്പോഴത്തേനും 3 വർഷത്തെയോ 5 വർഷത്തേക്ക് ലോൺ എടുക്കുമ്പോൾ ആദ്യം നമ്മൾ പേ ചെയ്യുന്നത് അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്, പലിശ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് ഒക്യുവർ സെപ്പറേറ്റ് ആയിട്ടാണ് ഇത് രണ്ടും പേ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ബോണ്ട് പർച്ചേസസ് ആർ ജനറലി കൺസിഡർഡ് സേഫ് ആൻഡ് ഹൈലി റേറ്റഡ് കോർപ്പറേറ്റ് ഓർ ഗവൺമെന്റ് ബോണ്ട്സ് കം വിത്ത് ലിറ്റിൽ പെർസീവ്ഡ് ഡിഫോൾട്ട് റിസ്ക്. ബോണ്ട് ശരിക്കും ഒരു വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് റീപേയ്മെന്റ് ആണ് ലോണിന്റെ കേട്ടോ. ഡിബെഞ്ചേഴ്സ് ഹാവ് എ മോർ സ്പെസിഫിക് പർപ്പസ് ദാൻ ബോണ്ട്സ്. അപ്പോൾ ഡിബെഞ്ചേഴ്സ് ആകുമ്പോഴത്തേനും ലോണിനേക്കാളും മോർ സ്പെസിഫിക് ആയിട്ടുള്ള പേർപ്പസ് ഉണ്ട്. ബോത്ത് ക്യാൻ ബി യൂസ് ടു റൈസ് ക്യാപിറ്റൽ, ബട്ട് ഡിബെഞ്ചേഴ്സ് ആർ ടിപ്പിക്കലി ഇഷ്യൂ ടു റൈസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഫോർ അപ്കമിങ് എക്സ്പെൻസസ് ഓർ ടു പേ ഫോർ എക്സ്പാൻഷൻസ്. അപ്പോൾ എന്താണ് ഈ രണ്ടും നമ്മൾ ക്യാൻ ബി യൂസ് ടു റൈസ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്. ബട്ട് ഡിബെഞ്ചേഴ്സ് ആർ ടിപ്പിക്കലി ഇഷ്യൂ ടു റൈസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ. അത് ടിപ്പിക്കലി ഇഷ്യൂ ചെയ്യുന്നത് ടു റൈസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഫോർ അപ്കമിങ് എക്സ്പെൻസസ്, നമുക്ക് വരാവുന്ന എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓർ ടു പേ ഫോർ എക്സ്പാൻഷൻ, അല്ലെങ്കിൽ നമ്മളത് എക്സ്പാൻഷൻ അതിൻ്റെ ഒരു എന്താ പറയുക വികസനത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഡിബെഞ്ചേഴ്സ് ആർ നെവർ അസെറ്റ് ബാക്ക്ഡ്, ദേ ആർ നോട്ട് സെക്യൂർഡ് ബൈ എനി കൊളാറ്ററൽ ആൻഡ് ആർ ഓൺലി ബാക്ക്ഡ് ബൈ ദ ക്രെഡിറ്റ് ഓഫ് ദ ഇഷ്യൂവർ. അപ്പോൾ ഡിബെഞ്ചേഴ്സ് ആർ നെവർ അസെറ്റ് ബാക്ക്ഡ് ആണ്, ഒരു അസെറ്റുമായി ബാക്ക് ചെയ്തിട്ടുള്ളൊരു കൊളാറ്ററൽ സെക്യൂരിറ്റിയോ അങ്ങനത്തെ ഒന്നും ഡിബെഞ്ചേഴ്സിന് ഉണ്ടാവില്ല. ആൻഡ് ആർ ഓൺലി ബാക്ക്ഡ് ബൈ ദ ക്രെഡിറ്റ് ഓഫ് ദ ഇഷ്യൂവർ. അതെങ്ങനെയാണ്? ഇഷ്യൂവറുടെ ക്രെഡിറ്റിനെ മാത്രമാണ് അത് ബാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് എ ഡിബെഞ്ചർ ഈസ് എ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് which is not backed by any specific security. Instead, the credit of the company issuing the same is the underlying security. അങ്ങനെയാണ് നമ്മൾ ഡിബെഞ്ചേഴ്സിനെ പറ്റി പറയുന്നത്. ഈ ഡിബെഞ്ചേഴ്സിൻ്റെ കുറിച്ചിട്ടുള്ള റിവ്യൂ എൻലൈറ്റൻ ചെയ്യാനുള്ള 2-3 വേർഡ്സ് ആണ് പറയുന്നത്. when a company decided to raise loan from the public, ഒരു കമ്പനി പബ്ലിക്കിൻ്റെ ലോൺ റൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ the amount of loan is divided into unit of equal value. എന്താണ് ചെയ്യുക? നമ്മൾ ആ എമൗണ്ട്, ലോണിൻ്റെ എമൗണ്ട് ഈസ് ഡിവൈഡഡ് ഇൻ ടു യൂണിറ്റ് ഓഫ് ഈക്വൽ വാല്യൂ, തുല്യമായിട്ടുള്ള വാല്യൂ ആയിട്ട് ആ ലോണിൻ്റെ എമൗണ്ട് ഡിവൈഡ് ചെയ്യും. ദീസ് യൂണിറ്റ്സ് ആർ നോൺ ആസ് ഡിബെഞ്ചേഴ്സ്. ആ ഡിവൈഡ് ചെയ്യുന്ന യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിബെഞ്ചേഴ്സ് എന്ന് പറയുക. ദ ടേം ഡിബെഞ്ചർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഡിബെറെ, ദാറ്റ് മീൻസ് ടു ഓ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് വി ഹാവ് ടു ബി റിലേറ്റഡ് ടു, അല്ലെങ്കിൽ അതിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ, അതാണ് ടു ഓ.
A debenture is a document or certificate issued by a company under its seal to acknowledge its debt. Debenture is a document or certificate. Document അല്ലെങ്കിൽ certificate company issue ചെയ്തിട്ടുള്ള document അല്ലെങ്കിൽ certificate ആണ് under its seal എന്താണ് കമ്പനിയുടെ സീലോട് കൂടിയിട്ട് to acknowledge its debt. അതിൻ്റെ കടം അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് acknowledge ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ എമൗണ്ടിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു എന്താ പറയുക ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. അത്രയും പറഞ്ഞാൽ മതി. ഒബ്വിയസ്ലി ഡിബെഞ്ചർ ഈസ് എൻ അക്നോളജ്മെൻറ്റ് ഓഫ് ദ ഡെപ്റ്റ് ഓഫ് ദ കമ്പനി. അക്നോളജ്മെൻ്റ് ആണ്. ഇപ്പം നമ്മൾ അക്നോളജ്മെൻറ്റ് പറയില്ലേ, നമ്മൾ എന്താ പറയുക ഒരു സാധനത്തിൻ്റെ മൊത്തമായിട്ട് നമ്മളൊരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളതിനെ what's the meaning of acknowledgement എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക ഒരു മറുപടി എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഒരു റെസിപ്റ്റ് എന്ന് പറയുന്നതാണ് acknowledgement എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഡിബെഞ്ചർ ഈസ് എൻ acknowledgement ഓഫ് ദ ഡെപ്റ്റ് ഓഫ് ദ കമ്പനി. ഇറ്റ്സ് എ ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് yielding a fixed rate of interest issued by the company. അപ്പോൾ അത് എന്തുകൂടിയാണ് ഇറ്റ്സ് എ ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്. അതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് yielding a fixed rate of interest issued by a company. Fixed rate of interest issued by a company. A debenture is like a certificate of loan or debt evidencing the fact that the company is liable to pay a specified amount with interest. Debenture is not secured by the physical asset of the company. ഡിബെഞ്ചർ ഒരിക്കലും കമ്പനിയുടെ ഫിസിക്കൽ അസറ്റുമായിട്ട് സെക്യൂർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇത്രയും നമ്മൾ പഠിച്ചാൽ മതി. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിബെഞ്ചേഴ്സ്, ബോണ്ട്സ് ആൻഡ് ഷെയർസ്. എന്താണ് ഡിബെഞ്ചേഴ്സും ബോണ്ട്സും ഷെയർസും തമ്മിലും ഡിഫറൻസ് പറയുന്നത്? ദ ക്യാപിറ്റൽ മാർക്ക് ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ഡിബെഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്സ് ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് ഓർ ഡെപ്റ്റ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ലൈക്ക് ഡിബെഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്സ് എങ്ങനെയാണ് ബിലോങ് ചെയ്യുന്ന കാറ്റഗറി ആണ് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡെപ്റ്റ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി എന്ന് പറയുന്ന ഇതിനകത്ത്. In the USA, bonds are secured by tangible physical asset of the company and debentures are secured only by the general credit. അത് US-ലെ കാര്യം പറയുന്നത്. But in India and UK, no such distinction made between debentures and bonds. നമുക്ക് അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഇല്ല ഇത് രണ്ടും തമ്മിൽ. Shares, another capital market instrument involved in the category of ownership securities or capital stock of the company. The major difference between debentures and shares are the following. എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഷെയർസും ഡിബെഞ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഷെയർ ഈസ് എ പാർട്ട് ഓഫ് ദ ഓൺഡ് ക്യാപിറ്റൽ. കമ്പനിയുടെ ഓൺ ആയിട്ട് മൂല്യധനം ചെയ്തു വെക്കുന്നതിൻ്റെ ഒരു പാർട്ടാണ് എന്ത് ഷെയർ എന്ന് പറഞ്ഞത്. ഡിബെഞ്ചർ ഈസ് എൻ അക്നോളജ്മെന്റ് ഓഫ് ദ ഡെപ്റ്റ്. ഡിബെഞ്ചർ എന്ന് പറയുമ്പോൾ അക്നോളജ്മെന്റിന്റെ ഡെപ്റ്റിന്റെ ഒരു റെസിപ്റ്റ് ആണ്. ഇനി ഷെയർസിനെ പറ്റി പറയുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആർ പെയ്ഡ് ഡിവിഡൻഡ് ഓൺ ദി ഷെയർസ് ഹെൽഡ് ബൈ ദം. ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിവിഡൻഡ് കൃത്യമായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരെന്തിൻ്റെ അവർ ഷെയറിൻ്റെ ബേസിൽ നമുക്കൊരു ഡിവിഡൻഡ് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഭാഗം ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം അവർക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആർ പെയ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ. ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആർ എന്താണ് ഡിബെഞ്ചേഴ്സിൻ്റെ മേലിൽ ഇൻട്രസ്റ്റ് പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The rate of dividend depends upon the amount of divisible profit and പോളിസി ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഡിവിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ പിന്നെ കൃത്യമായിട്ട് എമൗണ്ട് കൊടുക്കുന്നത് എന്നുള്ളത് പറയുന്നത്. റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ എമൗണ്ട് ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ്. ഡിവിസിബിൾ പ്രോഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പ്രോഫിറ്റാണ്. ആൻഡ് പോളിസി ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പോളിസീനെ അനുസരിച്ചിട്ടാണ്. Then debentures കേസിൽ a fixed rate of interest is paid on debentures irrespective of profit or loss. Fixed rate of interest is paid on debentures. ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിബെഞ്ചേഴ്സിനകത്ത് പേ ചെയ്തിട്ടുണ്ട്. Then ഷെയർസിനകത്ത് ഡിവിഡൻഡ് ഓൺ ഷെയർ ഈസ് എ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ ഈസ് എ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഡിവിഡൻഡ് ഓൺ ഷെയർ ഈസ് എ ചാർജ് അഗെയിൻസ്റ്റ് profit and loss. But interest on debenture is a charge against profit and loss account. Shareholders are voting right. ഏതിനകത്ത് ഷെയറിനകത്ത്. ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആർ ഓൺലി ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി. അവർക്ക് അങ്ങനത്തെ വോട്ടിംഗ് റൈറ്റ് ഒന്നുമില്ല. അവർ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് മാത്രമാണ്. ബിക്കോസ് അവരെന്താണ് ഡെപ്റ്റ് പേയ്മെന്റിന്റെ റെസിപ്റ്റ് മാത്രമാണ്.
Then shares are not redeemable. Debentures can be redeemed after a certain period. അപ്പോൾ നമുക്ക് ഷെയർസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും പറയാവുന്ന ഒരു കാര്യം, ഷെയർസ് ആർ നോട്ട് റീഡീമബിൾ, ബട്ട് എന്താണ്, ഡിബഞ്ചേഴ്സ് എപ്പോഴും റീഡീമബിൾ ആയിട്ട് വരും എന്നാണ് പറയുന്നത്. റീഡീമബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടെടുക്കാവുന്നത് കേട്ടോ, അങ്ങനെയുള്ളൊരു അർത്ഥമാണ് റീഡീമബിൾ എന്നുള്ളത്. At the time of liquidation of the company, share capital is payable after meeting all outside liability. നമ്മൾ എന്താ ചെയ്യുന്നത്, കമ്പനി ലിക്വിഡേഷൻ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ആ പൈസ തിരിച്ചെടുക്കാൻ പറ്റുന്ന സമയത്ത് ഷെയർ ക്യാപിറ്റൽ ഈസ് പെയ്ഡ് ആഫ്റ്റർ മീറ്റിംഗ്, എല്ലാ ലയബിലിറ്റീസും പേ ചെയ്തതിന് മാത്രമേ ഷെയർ ക്യാപിറ്റൽ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഡിബഞ്ചേഴ്സ് ആർ പേയബിൾ ഇൻ പ്രയോറിറ്റി ഓവർ ഷെയർ ക്യാപിറ്റൽ. ഡിബഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഷെയർ ക്യാപിറ്റലിന് മേലുള്ള പ്രയോറിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ഷെയർസും ലൈക്ക് ഡിബഞ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ബോൺഡ്സിൻ്റെ കേട്ടോ, ഏത് തരത്തിലുള്ള ബോൺഡ്സ് ഒക്കെയാണുള്ളത്. ഡീപ്പ് ഡിസ്കൗണ്ട് ബോൺഡ്സ് or zero coupon bonds. Deep discount bonds are also zero coupon bonds, are bonds where there is no interest or coupon payment and the interest amount is factored in the maturity value. So the issue price of this bond is inversely related to their maturity period. അപ്പോൾ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു പേരാണ് സീറോ കൂപ്പൺ ബോണ്ട്സ്. These are the bonds wherein there is no interest or coupon payment and the interest amount is factored in the maturity value. അപ്പോൾ അവിടെ there is no interest or coupon payment, ഒരു തരത്തിലുള്ള ഇൻട്രസ്റ്റും കൂപ്പൺ പേയ്മെൻറ്റും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. Then corporate bonds are issued by the companies and offer interest rate higher than bond issued by public sector units and other financial institutions. Corporate bond are issued by the company and offer interest rate, ഒരു interest rate ഓഫർ ചെയ്യുന്നുണ്ട് higher than the bonds. എന്തിനാണ് ബോണ്ട്സിനേക്കാളും ഹയർ ആയിട്ടുള്ളത് issued by public sector unit, ആര് ഇഷ്യൂ ചെയ്ത് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തതിനേക്കാളും ഹയർ ആയിട്ടുള്ളത്. ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് സെക്ടർ യൂണിറ്റ് മാത്രമല്ല അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇഷ്യൂ ചെയ്ത ബോണ്ടിനേക്കാളും കൂടുതലായിട്ടുള്ളത് ഇവിടെ വരുന്നുണ്ട്. പിന്നെ അടുത്തത് പറയുന്നതാണ് സോവറിൻ ബോണ്ട്സ്. സോവറിൻ ബോണ്ട്സ് ആർ ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ് ഇൻ ഇന്ത്യ ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദീസ് ക്യാൻ ബി റെഫർ ടു എ ലോ റിസ്ക് ഓർ ഈവൻ റിസ്ക് ഫ്രീ ബോണ്ട്സ് എന്നുള്ള പേരിലാണ് സോവറിൻ ബോണ്ട് പറയുന്നത്. ദെൻ അടുത്തതാണ് SLR ബോണ്ട്. Statutory liquidity ratio bonds are those bonds which are approved by securities by Reserve Bank of India RBI which fall. അപ്പോൾ RBI ആണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത്. So we have convertible bonds. Convertible bonds are another category wherein the bond holder has an option to convert the bond into equity after a fixed tenure. എന്താണ്, കൺവേർട്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്, ഇക്വിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് കൺവേർട്ടബിൾ ബോണ്ടിനകത്തുണ്ട്. കാലബിൾ ബോണ്ട്സ് ഓർ റീഡീമബിൾ ബോണ്ട്സ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റീഡീമബിൾ ബോണ്ട്, ക്യാൻ ബി റീഡീംഡ് ബൈ ദ ഇഷ്യൂർ പ്രയർ ടു ദ മെച്യൂരിറ്റി. മെച്യൂരിറ്റി ടൈമിന് മുൻപ് തന്നെ വീണ്ടെടുക്കാൻ പറ്റുന്നതിനെയാണ് റീഡീമബിൾ ബോണ്ട് എന്ന് പറയുന്നത്. ജങ്ക് ബോണ്ട്സ് ഓൾസോ നോൺ ആസ് ഹൈ yielding ബോണ്ട്സ് ഓർ speculative bond is a bond rated BB or lower because of its high default risk. Junk bond typically offer interest rate 3 to 4%. ഒരു കുറച്ചും കൂടി റിസ്ക് ഉള്ള ടൈപ്പ് ഓഫ് ബോണ്ട് ആണ് കേട്ടോ. Then angel bonds are investment grade bond that pay a lower interest rate because of the issuing company's high credit rate. Then angel bond ആണെങ്കിൽ വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ആവശ്യപ്പെടുന്നത്. Then bearer bond is an official certificate issued without a named holder. Official certificate ആണ് ഒരു ഇഷ്യൂ ചെയ്യുന്നത്, ഒരു നെയിം ഹോൾഡറുടെ ഒന്നും വയ്ക്കാതെ വരുന്ന ഒഫീഷ്യൽ ഇതാണ് അതിനകത്ത് പറയുന്നത്. then അടുത്തത് പറയുന്നത് രജിസ്റ്റേർഡ് ബോണ്ട് is a bond whose ownership and any subsequent purchase is recorded by the issuer or by transfer agent. Registered bond is a bond whose അവരുടെ ഓണർഷിപ്പ് recorded by the issuer or by a transfer agent എന്നാണ് പറയുന്നത്. Then treasury bond എന്ന് പറയുന്നത് എന്താ, a government bond also called treasury bond is issued by a national government and is not exposed to default risk. Issued by the national government ആണ് കേട്ടോ. അടുത്തത് what is the relationship between അത് വേണ്ട, ഇത്രയും മതി. ട്രഷറി ബോണ്ട് വരെയുള്ളത് ജസ്റ്റ് നോക്കിയാൽ മതി. നമ്മൾ ഈ ടേംസ് എന്തൊക്കെയാണെന്നുള്ളത് we just have to study. That's all about this.